ഷോപ്പിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവില്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ്. അങ്ങനെ തൃശ്ശൂർ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റിയൊരു ലൊക്കേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇവിടെ ഒന്നല്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മറ്റ് പല ഷോപ്പുകളെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് വളരെ കുറവാണ്, എന്നാൽ ക്വാളിറ്റി ദ ബെസ്റ്റ് ആണ് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന് അടുത്തുള്ള സുറിയാനി പള്ളിയുടെ ഓപ്പോസിറ്റുള്ള അഞ്ചങ്ങാടി റോഡിൽ സൺ ടവറിൻ്റെ ഏറ്റവും താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു ഷോപ്പാണ് ടേസ്റ്റ് ഓഫ് ഇന്ത്യ. ഇവിടുത്തെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടാലോ. ഒരുപാട് ഐറ്റംസ് ആണ് ഉള്ളത്. ഷോപ്പ് വരുന്നത് ചെറിയൊരു ഷോപ്പാണെങ്കിലും അകത്ത് കയറി കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഈ ഷോപ്പിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കേൾക്കാം. ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന ഈ ഒരു ഷോപ്പിൻ്റെ ഓണറായിട്ടുള്ള രാജൻ ബാബു ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് വിശേഷങ്ങൾ ആളോട് തന്നെ ചോദിച്ചറിയാം അല്ലേ. നമ്മളിങ്ങനെ ഇവിടെ വരുന്ന സമയത്ത് ഇതൊരു ലോകമാണ്. കാരണം നട്ട്സ് ആവട്ടെ, ഡേറ്റ്സ് ആവട്ടെ, പിന്നെ ഊത്, അത്തർ, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഒരു ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് വരുന്നൊരു ഷോപ്പാണ് അല്ലേ. നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഈ ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി? 5 വർഷത്തോളമായി ആയിട്ടുണ്ട് അല്ലേ. നമുക്ക് തൃശ്ശൂർ ഈ സ്പോട്ടിൽ ഒരു ഷോപ്പുണ്ട്, അതുപോലെ തന്നെ നടത്തറയിൽ, തൃശ്ശൂർ ബൈപ്പാസിൽ നടത്തറ ഹൈവേയിൽ, നാഷണൽ ഹൈവേയിൽ മറ്റൊരു ഷോപ്പുണ്ട്. ആ കടയുടെ പേര് ഫുഡ് ഡേ എന്നാണ്. ഫുഡ് ഡേ അവിടെ നമ്മൾ സെയിം ഐറ്റംസ് ഒക്കെ തന്നെയാണ് അല്ലേ. അവിടെ വന്നാലും കിട്ടും, ഇവിടെ വന്നാലും കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഡേറ്റ്സിൻ്റെ കാര്യം എടുത്താൽ തന്നെ പല വെറൈറ്റിയാണ്. അതുപോലെ നട്ട്സിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് പല ക്വാണ്ടിറ്റിയിൽ പല ടേസ്റ്റിലൊക്കെ ആയിട്ട് പല തരത്തിലിരിക്കുന്നുണ്ട്. എല്ലാ ഐറ്റംസും അതെ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ മെയിൻലി എന്താണ് നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഐറ്റം? ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് കാഷ്നട്ട്, പിന്നെ അതുപോലെ ബദാം, പിസ്ത, അതുപോലെ തന്നെ ഈന്തപ്പഴങ്ങളാണ്. കാഷ്നട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ 320 ഗ്രേഡാണ്. അതായത് 454 ഗ്രാമിൽ 320 പീസ് എന്നാണ് ഏകദേശം കൃത്യമാണ് ആവശ്യം. പക്ഷേ ഒരു പരിധി വരെ 320 പീസോളം നമ്മൾ ഗ്രാം വൈസ് അല്ലേ വാങ്ങുക. പീസൊക്കെ അതിൽ ഏകദേശം ഇത്രയും പീസ്. 500 ഗ്രാം ഉണ്ട്. എന്നാൽ ഈ 500 ഗ്രാം എന്ന് പറയുമ്പോൾ ഈ ഗ്രേഡിൽ വരുമ്പോൾ ഏകദേശം 320 പീസാണ് ഉണ്ടാവുക. അങ്ങനെയാണോ? അല്ല, 454 ഗ്രാമില് 320 പീസ്, അതാണ് കണക്ക്. അപ്പൊ 500 ഗ്രാം ഉണ്ടെങ്കിൽ ഏകദേശം 330-340 വരുമായിരിക്കാം. അപ്പൊ അങ്ങനെ ഏകദേശം നമ്മുടെ പീസ് ഇതിൽ എത്ര, ഈ പാക്കിൽ എത്ര പീസ് ഉണ്ടെന്ന് അടക്കം നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗ്രേഡ് എന്ന് പറയുന്നത് 320 ഗ്രേഡ്. 454 ഗ്രാമിൽ 320 പീസ് എന്നാണ് ഏകദേശം കണക്ക്. പക്ഷെ അത് മുഴുവൻ 100% മുട്ടിക്കാൻ പറ്റില്ല. കാരണം എണ്ണി പെറുക്കിയിരുന്ന സമയങ്ങളായി പറ്റുന്ന കാലഘട്ടം. ഏകദേശം ഒരു ഇതാണല്ലേ. പക്ഷെ തൂക്കം കൃത്യമായിരിക്കും. തൂക്കം വെച്ച് നോക്കിയാൽ ഞാൻ നോക്കിയാൽ അറിയാം. ഒരു മിനിറ്റ് ഗ്ലൗസ് വെച്ച് കഴിഞ്ഞാല് 505 ഗ്രാം ഉണ്ട്. 500 ഗ്രാമിന്റെ പാക്ക് ആണെങ്കിൽ 505 ഉണ്ട്. പൗച്ചിന്റെ വെയിറ്റ് കൂടി അഡീഷണൽ ആയിരിക്കും. എന്ന് മാത്രമല്ല, ഇത് ഞങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ ഫാൻ ഇടാൻ പാടില്ല എന്നുള്ള കാര്യം ഇവിടുത്തെ നിർബന്ധമാണ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ എന്ത് തന്നെയായാലും തൂക്കം മാറ്റം വരും. ഒന്നുകിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കാം. അപ്പോൾ ആർക്കും ദോഷം വരാൻ പാടില്ല എന്ന നിലയ്ക്ക് പൗച്ചിന്റെ വെയിറ്റ് അഡീഷണൽ ഉണ്ടായിരിക്കുന്ന കാര്യം ഇവിടെ നിർബന്ധമാണ്. വെയിറ്റ് നോക്കുന്ന സമയത്ത് ഫാൻ ഇടില്ല. അപ്പൊ അത്രയും കൃത്യമായിട്ടാണ് ഇവിടുത്തെ പാക്കിംഗ് അതൊക്കെ അല്ലെ. വെയിറ്റ് നോക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു കൃത്യമായിരിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമാണ്. അതുകൊണ്ട് ഫാൻ ഇടാതെയാണ് പാക്കിംഗ് എന്നാണ് പറയുന്നത്. എന്തായാലും മറ്റൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ അത് എടുത്തു നോക്കാം. അതിൽ പൊട്ടും പൊടിയൊക്കെ എന്തായാലും നോക്കും. ഒന്നുമില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിൽറ്റർ ചെയ്തിട്ട് മാത്രമേ ഞങ്ങൾ പാക്ക് ചെയ്യുള്ളൂ. ആ കാര്യം ഇവിടെ നിർബന്ധം. എല്ലാം ഫുൾ ആയിട്ടുള്ള കാഷ്നട്ട്സ് ആണ് ഇതിൽ. എന്നാൽ ഔദ്യോഗികമായിട്ട് എങ്ങാനും ഒരെണ്ണെങ്കിലും വീണ് പെട്ടുപോയാൽ ചിലപ്പോൾ എങ്ങനെ അമുങ്ങി പൊട്ടിയാൽ സാധാരണ വരില്ല. അങ്ങനെ ഏറ്റവും നന്നായി പാക്ക് ചെയ്യുന്ന കാര്യം നിർബന്ധം. ശ്രദ്ധ കൊടുക്കുന്നുണ്ട് നമ്മളല്ലേ. ഇത് ഞങ്ങളുടെ തന്നെ സ്വന്തം ബ്രാൻഡാണ്. അപ്പം ഇത്തിരി ഭംഗിയായിട്ട് കൊടുക്കാൻ ഇത് ഈ പാക്കിങ്ങിന് സാധാരണ പാക്കിങ്ങിന് ഇരട്ടി ചാർജ് വരും. അതിനൊന്നും ഞങ്ങൾ അഡീഷണൽ കൂട്ടില്ല. അതുകൂടാതെ കണ്ട് ഇനി 240 ഗ്രേഡ് കാഷ്യൂ ഉണ്ട്. ഇത് 454 ഗ്രാം തൂക്കത്തിൽ 240 പീസ് ഉണ്ടാക്കണമെന്നാണ് കണ്ടീഷൻ. അപ്പോൾ ഇത് 500 ഗ്രാമാണ്, വലിപ്പം കൂടിയ സൈസാണ്. ഇത് നിങ്ങൾ ക്ലാസ്സിൽ വെച്ച് നോക്കിയോളൂ, വെയിറ്റ് നോക്കിയോളൂ. 507 ആണ്. പൗച്ചിന് വെയിറ്റ് അഡീഷണൽ ആയിരിക്കും നിർബന്ധമായിട്ടും.
അതുകൊണ്ട് അതിൽ പൊട്ടും പൊടി ഉണ്ടോ നോക്കൂ. ഇല്ല, പൊടിയൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റ് ആണ്, കറക്റ്റ്. എടുത്ത് നോക്കിയോ, എല്ലാം നല്ല ഫുൾ ആയിട്ടുള്ള കാഷ്യൂനട്ട്സ് ആണ്, എല്ലാം നല്ല വലിപ്പമുണ്ട്, പൊടിയൊന്നും ഇല്ല. പൊട്ടും പൊടിയൊക്കെ എന്തെങ്കിലും അത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് നമ്മൾ പാക്കിങ്ങിന്റെ കാര്യത്തിൽ അല്ലേ. നിർബന്ധം. അതുപോലെ നമ്മൾ കാഷ്യൂനട്ട്സിൽ വേറെ പല വെയിറ്റിൽ നമുക്ക് കൊടുക്കുന്നുണ്ട്, ലൂസ് ആയിട്ടൊക്കെ കൊടുക്കും. ചെറിയ പാക്കറ്റ് ഒക്കെ 100 ഗ്രാമിന്റെ 100 ഗ്രാം മുതൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ബോർമ കാഷ്യൂ എന്ന് പറയും, തൊലിയോട് കൂടിയിട്ടുള്ള. അതായത് തോട് കളഞ്ഞ് കപ്പലിന്റെ കഴിക്കുന്ന ലാഘവത്തോടെ കഴിക്കാനുള്ളതാണ്. ഇതിന് അല്പം കൂടി ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കഴിക്കുമ്പോൾ. ഇതിന് കിലോഗ്രാമിന് 850 റുപ്പീസ് ആണ്, 850 റുപ്യ പെർ kg. ഇതിപ്പോ ഒരു 250 ഗ്രാമിന്റെ പാക്കാണ്, അപ്പൊ 215 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അല്ലേ. 250 ഗ്രാമിന്റെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ലാസ്റ്റ് വെച്ച് നോക്കിക്കോളാം, എന്റെ തൂക്കം നോക്കിയോ. 254 ആ ഒരു കവറിന്റെ ഒരു 2 ഗ്രാം കവർ വരുള്ളതിൽ 254 ഗ്രാം ഉണ്ട്. കുറച്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കാമല്ലോ. സാധാരണ എല്ലാ ഷോപ്പിലും പോയി കഴിഞ്ഞാൽ കുറച്ച് കുറയ്ക്കുകയാണ്. അത് ഞാൻ പറയില്ല, അത് ആരും ചെയ്യില്ല, അങ്ങനെ ഞാൻ പറയില്ല. നമ്മൾ അതുപോലെ തന്നെ റോസ്റ്റഡ് കാഷ്യൂസും ഉണ്ട് അല്ലേ. ഇത് റോസ്റ്റഡ് കാഷ്യൂസ് അല്ലേ, നമ്മുടെ വീട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അതായത് സാധാരണ സൺഫ്ലവർ ഓയിലാണ് പൊതുവെ എല്ലാവരും ചെയ്യാറ്. അപ്പൊ ഞാനിത് ചെയ്യണത് മിൽമയുടെ നെയ്യിലാണ്. നെയ്യിൽ റോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിന് അല്പം ടേസ്റ്റ് കൂടും. ഇത് കിലോഗ്രാമിന് 1000 രൂപ വിലയുള്ളൂ. അതായത് ഇത് 1/2 കിലോന്റെ പൗച്ചാണ്, 500 രൂപയാണ് 1/2 കിലോന് വില. ഇതിപ്പോ നമുക്ക് ചെറിയ പാക്കറ്റ് 100 ഗ്രാം മുതൽ. അതുപോലെ ബൾക്കായിട്ട് ഇപ്പൊ ഹോൾസെയിൽ ഒക്കെ വാങ്ങുന്നവർക്ക് ബൾക്കായിട്ടും കൊടുക്കോ? ഇല്ല, അധികം ചോദിക്കണവർ ചോദിക്കട്ടെ, നമുക്ക് അതിനെപ്പറ്റി സപ്പോർട്ട് ചെയ്യാം, ആവശ്യമാണെങ്കിൽ കൊടുക്കും അല്ലേ. ഓക്കെ, ഇതിപ്പോൾ 500 ഗ്രാമിൻ്റെ പാക്കിന് 500 രൂപയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നല്ല മിൽമ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള നല്ല റോസ്റ്റഡ് കാഷ്യൂസ്. ഇതിലും പൊടിയൊന്നും ഇല്ല, തീരെ പൊടികളൊന്നും ഇല്ല, ഇല്ല, എല്ലാം ഫുൾ ആയിട്ടുള്ള കാഷ്യൂസ് ആണ്. അതെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ റോസ്റ്റഡ് കാഷ്യൂസ് പല വലിപ്പത്തിൽ പല ക്വാണ്ടിറ്റിയിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. അതുപോലെ കാഷ്യൂസ് അതുപോലെ നമ്മളിങ്ങനെ പല പല റേഞ്ചിലുള്ള കാഷ്യൂസ് 180 ഗ്രേഡ് ഉണ്ട്. അതിപ്പോൾ കഴിഞ്ഞിരിക്കുക 180 ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ജംബോ സൈസ്. അത് ഞങ്ങൾ വിൽക്കുന്നത് 1200 രൂപയായിട്ടാണ് കിലോന്. ഇപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുക, ഇന്ന് വരും. ഇനി നമുക്ക് ബദാമിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിപ്പോൾ 1/2 കിലോന്റെ പൗച്ചാണ്. ഇത് ഇന്ത്യൻ മാർക്കറ്റിലത്തെ നമ്പർ 1 ബ്രാൻഡ് പ്രോവി എന്ന് പറയുന്ന ബ്രാൻഡാണ്. ആ ബ്രാൻഡ് ഞങ്ങൾ ചാക്കിൽ മേടിച്ചിട്ട് റീപാക്ക് ചെയ്യുന്നതാണ്. ഇത് റീപാക്ക് ചെയ്യുമ്പോഴും ഞങ്ങളിതിൽ ഡാമേജ് പീസുകൾ ഒഴിവാക്കും. കേടുള്ള പീസുകളിൽ കാണില്ല, ചെള്ളു കുത്തിയതോ അങ്ങനെ ഒന്നും കാണില്ല. നോക്കിക്കോ, അതെ, ഇത് കാണുമ്പോൾ നല്ല ഫിനിഷിംഗ് ഉള്ള ബദാമാണ്, ഒന്നുമില്ല, ഡാമേജ് പീസുകൾ ഇടില്ല. ഇല്ല. ഇതിപ്പോ 500 ഗ്രാമിന് 450 രൂപ അല്ലേ. അതായത് കിലോഗ്രാമിന് 900 രൂപ വില. ഇത് 100 ഗ്രാം പാക്ക് മുതലാണ് ഞങ്ങൾ പാക്ക് ചെയ്യുന്നത്. 100 ഗ്രാം മുതൽ 1 kg വരെ 1 kg വരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വാങ്ങാനായിട്ട് പറ്റും. അപ്പൊ ബദാമിലും ഇതുപോലെ ഗ്രേഡ് ഡിഫറൻസ് പല ടൈപ്പ് ഉണ്ട്. ഗ്രേഡ് ഇതിലല്ലേ പറയാ, പല ടൈപ്പ് ഉണ്ട്. ഇത് വലിപ്പം കുറഞ്ഞുണ്ട്, നിറം കുറഞ്ഞുണ്ട്. ഇത് ടോപ്പ് ആയിട്ടാണ്. അതായത് പിന്നെ ഇതിന് ജംബോ സൈസ് ഉണ്ട്, അത് ഞങ്ങളിവിടെ വെക്കാറില്ല, ഞങ്ങൾക്ക് അതിനുള്ള സെയിൽ കിട്ടുന്നില്ല. അപ്പോൾ അതിന് 200 രൂപയോളം കിലോന് മാറ്റം വരും. അപ്പോൾ ആ ഐറ്റം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വില കൂട്ടി വാങ്ങിക്കുന്നതാണെന്ന് സംശയം വരാൻ ഇടവരും. അതുകൊണ്ട് ഇത് ജനറലായിട്ട് ഫാസ്റ്റ് മൂവിങ് ആയിട്ടാണ്, പ്രോവി ബ്രാൻഡാണ്. അപ്പോൾ ഈ ബ്രാൻഡാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡാണ് അല്ലേ. അതെ അതെ, ഞാൻ കാണിച്ചു തരാം. ഇതുപോലുള്ള 5 കിലോന്റെ പാക്കാണ്, പാക്ക് നിറച്ചിട്ടുള്ള ചാക്കുകളാണ് ഇവിടെ വരുന്നത്. അതിൽ നിന്ന് എടുത്തിട്ട് ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ടാണ് ഞങ്ങൾ റീപാക്ക് ചെയ്യുന്നത്. ഏറ്റവും നല്ലതാകണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. ഇതിലും വില കുറഞ്ഞ ഇനങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പക്ഷെ വെക്കാറില്ല. എന്നാൽ ഇതിനേക്കും കൂടിയ 200 രൂപ വില കൂടിയിട്ടുള്ള ജംബോ സൈസ് എന്ന് പറഞ്ഞൊക്കെ വരുന്നുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യാറ് നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതൽ ആവശ്യപ്പെട്ട് വരുന്നത് ജനറലായിട്ട് എപ്പോഴും വിറ്റ് പോകണ ഏറ്റതാണ്. അപ്പോൾ പിന്നെ ഇത് തന്നെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ കാഷ്യൂനട്ട്സും ബദാമും കണ്ടു. ഇനി പിസ്തയിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും നമ്പർ 1 ബ്രാൻഡ് ഇത് ബസാന പിസ്ത. സോൾട്ടഡ് ആണ്, കാലിഫോർണിയ ആണ്, ഏറ്റവും ടോപ്പ് ആയിട്ടാണ്. ഇതിൻ്റെ വില കിലോഗ്രാമിന് 1170. ഇതിൻ്റെ ലൂസ് പാക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ കുരു സാധാരണ പിസ്ത പോലല്ല, ഗ്രീൻ കളറാണ്, രുചി കൂടുതലാണ്. സാധാരണ റെഡ് കുരുള്ള പിസ്ത വരുന്നുണ്ട്, നല്ലതായിട്ട് തന്നെയാണ്, അതും നല്ല തന്നെയാണ്. പക്ഷേ അതിന് ഇതിനേക്കാൾ വിട്ടിട്ട് കിലോന് 30, 40, 50 രൂപ കുറവ് വരും. ഈ 50 രൂപയുടെ കുറവ് വേണ്ടിയിട്ട് ഐറ്റം ചെറുതാക്കണ്ട എന്നാണ് ഉദ്ദേശം. ടോപ്പ് ഐറ്റം തന്നെയാണ്. ഇത് 1 kg പാക്ക്. ഇതുപോലെ 250 ഒക്കെ വരുന്നുണ്ട്, 250 വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ 100 ഗ്രാമിന്റെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
അപ്പൊ ചെറിയൊരു 100 ഗ്രാം ചോദിക്കുന്നവർക്കും കൊടുക്കാനായിട്ട് ആരും ചോദിച്ചാൽ എത്ര അളവിൽ കൊടുക്കാനും നമ്മുടെ കയ്യിൽ 100 ഗ്രാം 120 രൂപ. കാരണം വെച്ചാൽ 100 ഗ്രാം പാക്ക് ചെയ്യാൻ ഒരുപാട് വർക്കിംഗ് അവേഴ്സ് കയറില്ല, അപ്പോൾ ലേബർ പോകണില്ല. അപ്പോൾ അതുകൊണ്ട് 1170 100 ഗ്രാം വരുമ്പോൾ 120 രൂപ വേണ്ടി വരും. ഓക്കെ, സോൾട്ടഡ് പിസ്തയാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇനി നമ്മൾ അടുത്ത ഐറ്റത്തിൽ പോവുകയാണെങ്കിൽ ഈന്തപ്പഴം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ഈന്തപ്പഴമാണല്ലേ. ഇപ്പൊ നമ്മള് ഇതിപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ 9 ഐറ്റം ഉള്ള, എന്നാൽ ഞങ്ങളുടെ കയ്യിൽ സാധാരണ 14, 15, 16 ഇനം വരെ വെക്കാറുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇനങ്ങൾ കുറഞ്ഞിരിക്കുകയാണ്. നാളെ വൈകിട്ട് ചരക്ക് വരാനിരിക്കുകയാണല്ലേ. പിന്നെ ഈ ഒരു നോമ്പുകാലവും നോമ്പ് തുറയൊക്കെ ആയത് കൊണ്ട് ഡേറ്റ്സിനൊക്കെ ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു കാലം കൂടിയാണല്ലേ. ഇപ്പൊ നമ്മള് അത് കഴിച്ചു നോക്കാനായിട്ട് പോവാം. അപ്പൊ ഗ്ലൗസ് ഇട്ടിട്ട് മാത്രമേ തൊടാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിർബന്ധമാണ്. ഈ വെയിറ്റ് നോക്കുമ്പോ ഫാൻ ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു നിർബന്ധമാണ്. ഇതിപ്പോ ബരാറി എന്ന് പറയുന്ന പഴമാണ്. അതായത് ഇവിടുത്തെ ഞങ്ങളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോൾഡ് സ്റ്റോറേജിനാണ് ഞങ്ങൾക്ക് ചരക്ക് വരുന്നത്. ഞങ്ങള് ലോക്കലായിട്ട് ഓരോ പെട്ടി മേടിക്കുക അങ്ങനെ പരിപാടി ചെയ്യില്ല. 20-30 പെട്ടി അങ്ങനെ മൊത്തമായിട്ടേ മേടിക്കുള്ളൂ. അങ്ങനെയൊക്കെ വാങ്ങിയാലാണ് ഞങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കുള്ളൂ. എന്നാലാണ് റീസണബിൾ റേറ്റിന് വിൽക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ലോക്കൽ പർച്ചേസ് ഓരോ പെട്ടി വീതം എടുക്കുകയാണെങ്കിൽ നമ്മൾ വിൽക്കണ വില കൂടാൻ ഇടവരും. കസ്റ്റമേഴ്സിനും ഒരു ബർഡൻ വേണ്ട, അതിന്റെ ആവശ്യമില്ല. നല്ല റേറ്റ് എന്ന് മാത്രമല്ല നമ്മൾ ഒക്കെ റെഡി ക്യാഷ് പർച്ചേസ് റെഡി ക്യാഷ് കൊടുത്താൽ ഗുണമെന്ന് വെച്ചാൽ വിൽപ്പനക്കാർക്ക് വാങ്ങലവരോട് താല്പര്യം കൂടും. കൈയോടെ ക്യാഷ് കിട്ടുന്നതിന് എന്നും മുൻഗണന ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് മാക്സിമം വില കുറച്ച് കിട്ടും. അതേപോലെ തന്നെ ന്യായമായ ഒരു മാന്യമായ വില മാർജിൻ ഇട്ടിട്ട് വിൽക്കുകയും ചെയ്യും. ഈ ഇത് ബരാറി എന്ന് പറയുന്ന പഴമാണ്. കോൾഡ് സ്റ്റോറിൽ നിന്ന് നേരിട്ട് വന്നിട്ടുള്ളതാണ്. കൊല്ലത്തിൽ ഒരിക്കലാണ് സാറിന് ഇതിന് ക്രോപ്പ് ഉള്ളൂ. അല്ലാതെ തേങ്ങ എണ്ണ പോലെ 2 മാസം കൂടുമ്പോൾ 1 മാസം കൂടുമ്പോൾ തേങ്ങ എണ്ണ പരിപാടി പോലെ ഇല്ല. അപ്പോൾ ഇത് അതിനുശേഷം ഈ സാധനം കോൾഡ് സ്റ്റോറിലാണ് എല്ലാ ഇമ്പോർട്ടർമാരും സ്റ്റോക്ക് ചെയ്യുക. ആ സ്റ്റോക്ക് ചെയ്ത സാധനം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കൂളറിൽ കൊണ്ടിടും. അല്ലാതെ പുറത്ത് നിരത്തി വെക്കണ പരിപാടി ഇല്ല. അപ്പൊ ചരക്ക് കേടുവരാനുള്ള സാധ്യത വിരളായിരിക്കും. തൊട്ട് നോക്കി അറിയാൻ പറ്റും. തണുപ്പുണ്ടോ? നല്ല തണുത്തിരിക്കുന്നുണ്ട്, നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. തണുത്തിരിക്കണം, അല്ലെങ്കിൽ ലൈഫ് ഉണ്ടാവില്ല, പെട്ടെന്ന് കേടുവരാൻ സാധ്യത വരും. എല്ലാ ഐറ്റം കൂളറിലിരിക്കുള്ളൂ. തൊട്ട് നോക്കി അറിയാം എല്ലാം. ഇപ്പൊ പുറത്തേക്ക് നമുക്ക് ഡിസ്പ്ലേക്ക് ആയിട്ട് വെച്ചു മാത്രം ഇത് കഴിച്ചു നോക്കിയുള്ളൂ. ഇത് 150 റുപ്യാണ് ഇതിന്റെ കിലോന്റെ വില. 150 റുപ്പീസ്. കഴിച്ചു നോക്കാം. തോട് പൊളിച്ചു നോക്കുക. തോട് പൊളിച്ചു നോക്കുക. അതിനകത്ത് എന്തെങ്കിലും കേടുപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. കാണിച്ചു ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയണം. കഴിച്ചു നോക്ക. ഇനി അടുത്ത സ്റ്റെപ്പ് കഴിച്ചു നോക്ക്. ഓൺലി 150 per kg. റേറ്റ് നല്ല റീസണബിൾ റേറ്റ് ആണ് അല്ലേ. കൂടിയെന്ന് ഒരാളും പറയാൻ പാടില്ല എന്നാണ് ആഗ്രഹം. ആ കാര്യം നിർബന്ധം. അതായത് വില കൂടിയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകാൻ പാടില്ല. തന്നെ കുറെ നിർബന്ധങ്ങളുണ്ട്. അതിന് പെട്ട ഇനി ഒരു നിർബന്ധമാണ് ഇത്. എല്ലാവർക്കും നല്ല റേറ്റിന് കിട്ടി എന്നുള്ള ഒരു സന്തോഷം. അതെ, നമ്മൾ കസ്റ്റമേഴ്സ് ഹാപ്പി ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുക അല്ലേ. ഓക്കെ, അടുത്തത് ഈ ഐറ്റാണ്. ഇത് സംസം എന്ന് പറഞ്ഞ ഐറ്റാണ്. സംസം ഇതിന്റെ പേര്. ഇത് ഇറാൻ ഡേറ്റ്സ് ആണ്. ഇതിലും തൊട്ട് നോക്കി അറിയാം തണുപ്പുണ്ടായിരിക്കാം. ഇത് അവരെ പൊളിച്ചു നോക്കിയുള്ളൂ. ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്. സോഫ്റ്റ് ആണ്. ഇത് എടുക്കുന്ന സമയത്ത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കുരു കളഞ്ഞിട്ട് കഴിച്ചു നോക്ക്. കഴിക്കുമ്പോൾ തന്നെ ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് 270 ആണ് കിലോന് വില വരുന്നത്. 270 കിലോഗ്രാം. 270. നല്ല കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഡേറ്റ്സ് കഴിച്ച ഫീൽ കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, നല്ല ജ്യൂസി ആണ്, നല്ലൊരു ഡേറ്റ്സ്. അല്പം കൂടി ജ്യൂസി ആയിരിക്കും. ഇറാനിൽ തന്നെ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടാണ് ഈ കാണുന്നത്. ഇത് കുറച്ചുകൂടി വലുപ്പമുണ്ട്. ഇത് സെയിം തന്നെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ളത്, അല്പം കൂടി വലുത്. റേറ്റിന് വ്യത്യാസം. റേറ്റ് 290 per kg. ഒരിടത്ത് പൊളിച്ചു നോക്കിയുള്ളൂ. ചേട്ടൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തതിനേക്കാൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയി. കുറച്ചുകൂടെ കഴിക്കുമ്പോഴും അതെ അതിന്റെ ഒരു സ്റ്റെപ്പ് മാറിയ പോലെ. സെയിം ടേസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കഴിക്കുമ്പോൾ അവർ കുറച്ചുകൂടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് വേണം കൊടുക്കാൻ. വേണം കൊടുക്കാൻ. കൊച്ചു പിള്ളേരാണ്. അതെ, അതും ശ്രദ്ധിക്കണം. അവർക്ക് വേണ്ടിട്ട് കൊണ്ടുപോകാൻ നല്ലത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടായിരിക്കും. ഇപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്തായിരിക്കും അല്ലേ, കാരണം അത്രയും സോഫ്റ്റ് ആണ്. ഇനി ഇതിന് ശേഷം അതിന് മുകളിലൊരു കീമിയ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. കീമിയ അത് പെട്ടി 1/2 കിലോന്റെ ബോക്സ് വരുന്നതാണ്. അതിപ്പോ കഴിഞ്ഞിരിക്കുക, നാളെ വരും. 1/2 കിലോന് 165 റുപ്യ. അതൊന്നുകൂടിയും ഇതിനേക്കാളും സോഫ്റ്റ് ആയിരിക്കും. എന്ന് മാത്രമല്ല ബോൾഡ് ആയിരിക്കും. അപ്പൊ അത് എണ്ണം വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. വലിപ്പം കൂടുതലുണ്ടല്ലോ അല്ലേ. അല്പം കൊണ്ട് വലുതായിരിക്കും. അത് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉപയോഗിക്കും. പക്ഷെ ഇവിടെ ഞങ്ങളിപ്പോൾ കഴിഞ്ഞിരിക്കുക, നാളെ വരുന്നത്. അടുത്തത് മഷ്റൂഖ്.
ഇത് കിലോഗ്രാമിന് 450 റുപ്യാണ് വില. ഇത് അല്പം പ്രീമിയം ആയിട്ടാണ്. ഇതിൽ മബ്രൂം എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്, അതിൻ്റെ ഒരു വകഭേദമാണ്. ഒരെണ്ണെടുത്ത് കഴിച്ചു നോക്ക്, പൊളിച്ചു നോക്ക്. ഇത് കുറച്ച് ഇങ്ങനെ നല്ല കട്ടിയാണ്, നല്ല സ്വീറ്റ് ആണത്, നല്ല നീളമുണ്ട്, ലെങ്തിയാണ്, നല്ല കട്ടിയുണ്ട്. കഴിച്ചു നോക്കാൻ. വേറെ ടൈപ്പ് ആണ് ശരിക്കും എന്തോ ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിക്കണ പോലെ തോന്നുന്നു. അത്രയും തിക്കാണ്. പിന്നെ കഴിക്കുമ്പോൾ ആ ടേസ്റ്റും ഒക്കെ മൊത്തത്തിലൊരു ചോക്ലേറ്റ് ഫീൽ വരുന്നുണ്ട്. മഷ്റൂക്ക് എന്നാണ് അതിന്റെ പേര്. മഷ്റൂക്ക്. ഇതിൽ കുരു ഒന്നും കാണാനൊന്നുമില്ല, അത്രയും ടൈറ്റ് ആയിട്ടിരിക്കുക, ഫില്ലായിരിക്കുക. സുക്കിരിയാണ് ഇത്, സ്വീറ്റ് ആയിട്ടുള്ളതാണ്. ഇത് തന്നെ ഡ്രൈ ആയിട്ടുള്ള വരുന്നുണ്ട്. ഇപ്പൊ ചരക്ക് ഏറെക്കുറെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ചോക്ലേറ്റ് പോലെയാണ്, കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. എടുത്ത് കഴിച്ചു നോക്ക്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത് വെറുതെ അല്ല, അത്രയും സോഫ്റ്റ് ആണ്. തൊടുമ്പോൾ തന്നെ ഭയങ്കര മധുരമായിരിക്കും. മധുരം കയറ്റിയെന്ന് തെറ്റിദ്ധരിക്കും പറ്റും. ഭയങ്കര സ്വീറ്റ് അല്ലേ, ഭയങ്കര വായിലിട്ട് അലിഞ്ഞു പോവാന്ന് പറയില്ലേ, ശരിക്കും ഇത് അങ്ങനെയാ. വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ട്, അത്രയും മധുരമുണ്ട്. ശരിക്കും മിഠായി കഴിക്കുന്നത് പറയും ഡേറ്റ്സ് ഒക്കെ കൊടുക്കാൻ കുട്ടികൾക്ക് അല്ലേ, സീനിയേഴ്സ് കഴിക്കാൻ പഠിക്കും. ഒരുപാട് പേര് ഷുഗറിന്റെ പ്രോബ്ലം ഉണ്ടല്ലോ, അപ്പൊ അവര് ധൈര്യപ്പെട്ട് വാങ്ങില്ല. ഷുഗർ കൂടുമോ, പക്ഷെ കുട്ടികൾ ഇഷ്ടം പോലെ എടുക്കും. ഹെൽത്തി ആയിട്ട് ചോക്ലേറ്റ് കൊടുക്കുന്നതിന് പകരം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതായിട്ട് നമുക്ക് ഡേറ്റ്സ് കൊടുക്കാം. അവര് ചോക്ലേറ്റ് കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാം, അത്രയും സോഫ്റ്റ് ആണ്, സ്വീറ്റ് ആണ്. അടുത്തത് മഷ്റൂക്ക്. മഷ്റൂക്ക് ഇത് സൗദി പഴമാണ്. ഇത് കിലോഗ്രാമിന് 700 രൂപയാണ്. ഇതും ഒരു പ്രീമിയം ആണെന്ന് തോന്നുന്നു, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വെറൈറ്റി ആയിട്ടാണ്. ഇതും കുറച്ച് ഹാർഡാണ്, പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, തിക്കാണ്. പിന്നെ ഇത്രയും നേരം കഴിച്ച പോലെയല്ല, വേറൊരു ടേസ്റ്റ് ആണ് ഇതിന്. എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുകളാണ്. ഇത്രയും ഡേറ്റ്സ്, പല ടേസ്റ്റിലുള്ള ഡേറ്റ്സ് ആണല്ലേ നമ്മുടെ ചുറ്റുമുള്ളത്. പലതും ഞാൻ ഇപ്പൊ ആദ്യമായിട്ടാണ് പലതും ടേസ്റ്റ് ചെയ്യുന്നത്. ഓരോന്നിനും വേറെ വേറെ ടേസ്റ്റാണ്. ഞങ്ങൾ സാധാരണ ഇവിടെ 14, 15, 16 ഇനങ്ങൾ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇപ്പൊ കുറെ ഇനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 8, 9 ഇനം കാണാൻ വഴിയുള്ളൂ. ഇനി നാളത്തെ കൺസ്യൂമറിൽ ഒരുപാട് ഇനങ്ങൾ വീണ്ടും വരാനുണ്ട്. ഇത് അജ്വ ഡേറ്റ്സ് ആണ്. അജ്വ ഇത് ഹെൽത്തിന്റെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം കൂടെ തോന്നുന്നു. ഇത് ഹെൽത്തിന്റെ പർപ്പസിനാണ്. അപ്പൊ ഡിമാൻഡ് പറഞ്ഞാൽ സാധാരണ മേടിക്കുന്ന പോലെ എല്ലാവരും മേടിക്കില്ല. അത് ഹെൽത്തിന്റെ പർപ്പസ് ഉദ്ദേശിച്ച് മാത്രം വാങ്ങുന്നവർ മേടിക്കുള്ളൂ. അതായത് കുട്ടികളില്ലാത്ത പാരന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അവരുടെ ഹെൽത്തിന്റെ പർപ്പസിന് വേണ്ടി ഇത് കഴിച്ചു നോക്കുള്ളൂ. ഇത് ഒരു ജനറൽ ടേസ്റ്റ് ആണ്, എന്നാൽ ഹെൽത്ത് ആണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. ഡാർക്ക് കളറാണ്. ഇത് കിലോഗ്രാമിന് 1050 രൂപ. ഇത് തന്നെ പല വലിപ്പങ്ങളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതും നല്ല തിക്കായിട്ടുള്ള ഒരു ഡേറ്റ്സ് ആണ്. ജ്യൂസി എന്ന് പറയാൻ പറ്റില്ല, ജ്യൂസി അല്ല, സോഫ്റ്റ് അല്ല. ഇതിന്റെ കുരുവൊക്കെ കുറച്ചുകൂടെ ഒരു ചെറുതാണ്, വ്യത്യാസം ഉണ്ടോ? ഈ കുരുകൾക്കും വ്യത്യാസം ഉണ്ടല്ലേ, ഡേറ്റ്സിന്റെ വ്യത്യാസം പോലെ. ചെറിയ കുരുവാണ്. ഇതിനും വേറൊരു ടേസ്റ്റ്. വേറെ ടേസ്റ്റ് ആണ്. ഇത് അൾജീരിയൻ ഡേറ്റ്സ്. ഇത് കിലോഗ്രാമിന് 320 രൂപയാണ് വരുന്നത്. ഇതിന് പഴുപ്പ് കുറഞ്ഞും മാർക്കറ്റിൽ വരുന്നുണ്ട്, പഴുപ്പ് കൂടിയും വരുന്നുണ്ട്. ഇത് മീഡിയം പഴുപ്പാണ്. പഴുപ്പ് കുറഞ്ഞതാണെങ്കിൽ ചെറിയൊരു പുളിപ്പുണ്ടോ, പച്ചമാങ്ങ, പഴുത്ത മാങ്ങ അതിന്റെ പോലെ. അപ്പോൾ ചിലർക്ക് പഴുപ്പ് കൂടുതൽ ഇഷ്ടാവില്ല, പഴുപ്പ് കുറഞ്ഞായിരിക്കും ചിലർക്ക് ഇഷ്ടം. ഇതിപ്പോ നല്ല പഴുത്തതാണ് അല്ല, ഇത് മീഡിയം പഴുപ്പ് വരുള്ളൂ. മീഡിയം വരുള്ളൂ. ഇതിനും പഴുപ്പ് വരാറുണ്ട്. അപ്പോൾ ഈ രുചി ഇഷ്ടമുള്ള വിഭാഗം ഉണ്ട്. ഇതിന് ഇത്ര കൊള്ളോളം പോലും പഴുപ്പ് പാടില്ലാത്ത ആവശ്യപ്പെടാത്തവരുണ്ട്. ഇതിപ്പോ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു സോഫ്റ്റ് ആണ് എങ്കിൽ കൂടെ ഒരു ചെറിയ ഹാർഡ്നെസ് ഉണ്ട്. അത് ചിലപ്പോൾ ഈ പഴുപ്പിന്റെ അതുപോലെ മധുരമാണെങ്കിലും ഒരു ഓവർ മധുരം അല്ല, കുറവാണ്. കുറച്ചൊരു നോർമലിനേക്കാൾ ഒന്ന് താഴ്ന്ന മധുരം വേണ്ട ഒരു സാധനം എടുക്കില്ല. മധുരം നല്ല മധുരമാണെന്ന് ആയിരിക്കണം ഒരു ഇത് എടുക്കില്ല. ഇത് ഒരു മീഡിയം മധുരം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ പല തരത്തിലുള്ള ഡേറ്റ്സ്, മധുരം കൂടുതൽ വേണോ, കുറവ് വേണോ, ജ്യൂസി വേണോ, ഹാർഡ് വേണോ, സോഫ്റ്റ് വേണോ, ഒക്കെ എല്ലാ ടൈപ്പും ഉണ്ടല്ലേ നമുക്ക്. ഇതിന് 320 per kg. 320. ഇനി ഇതാണ് നമുക്ക് ഒരെണ്ണമുള്ളത്. നല്ല വലുതാണ്. മെഡ്ജോൾ എന്ന് പറയുന്നത്. ഇത് കിലോഗ്രാമിന് 1450 രൂപയാണ് വില. ഇപ്പൊ നമ്മൾ കണ്ടതിൽ ഏറ്റവും വില കൂടിയത് ഇതാണ്. 1450 വില. വില കൂടിയതും വലിപ്പം കൂടിയതും ഇത് തന്നെയാണ്. അതെ, ഇത് ഒരെണ്ണത്ത് കഴിച്ചു നോക്ക്. ഇത് ഒരെണ്ണം തന്നെ 20-25 ഗ്രാമോളം വരും. അത്രയും വലുതാണ്. ഇത് എടുക്കുന്ന സമയത്ത് നല്ല തിക്കാണ്. അത് പോലെ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ജ്യൂസി ടൈപ്പാണ്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല മധുരം ഉണ്ട്. കഴിച്ചു നോക്കണം. ഇത്രയും നേരം ഡേറ്റ്സ് കഴിച്ച ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പ്രഡിക്റ്റ് ചെയ്യാണ് ഇത് നല്ല മധുരമായിരിക്കും. കഴിച്ചു നോക്കട്ടെ. പ്രൊഡിക്ഷൻ തെറ്റില്ല, നല്ല മധുരം ഉണ്ടോ? നല്ല മെഡ്ജോള് നല്ല ജ്യൂസി ആണ്, നല്ല തിക്കാണ്, നല്ല മധുരമാണ്. ഈ ഐറ്റം വാങ്ങാൻ നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ട്.
അതായത് ഐറ്റം നന്നാവണം എന്നുള്ള മനോഭാവക്കാർ നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ്സ് വേണം എന്ന് പ്രിഫർ ചെയ്യുന്ന കുറേ പഴയ കാലത്ത് നമ്മൾ പെരുന്നാളുകൾക്ക് കിലോഗ്രാമിന് 100 രൂപ 150 രൂപ വില വരുന്ന സാധനങ്ങൾ ഒരുപാട് വിറ്റിരുന്ന അത് ബാർഗൈൻ ചെയ്ത് മേടിച്ചിരുന്ന ആൾക്കാരൊക്കെ മാറി അന്ന് ഇത്തരം ക്വാളിറ്റി ഉള്ളത് വേണമെന്ന് ആഗ്രഹിക്കുന്ന അന്നൊന്നും ഇത്തരം വെറൈറ്റികൾ ഇറങ്ങിയിരുന്നില്ല. ഇപ്പോൾ എൻ്റെ അറിവിൽ ഒരു 25-30 ഇനം മാർക്കറ്റിൽ ഉണ്ടെന്നാണ് അറിവ്. പക്ഷെ ഞാൻ ഇവിടെ ഞങ്ങളുടെ കടയിൽ ഏകദേശം 13, 14, 15 ഇനം വരെ അല്ലെങ്കിൽ 16 ഇനം വരെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 9 ഇനോ 10 ഇനോ മാത്രമേ സ്റ്റോക്കുള്ളൂ. അപ്പോൾ നാളേക്ക് ചരക്ക് വീണ്ടും വരും. ചരക്കില്ലാണ്ട് ഇരിക്കില്ല ഇവിടെ, അങ്ങനെയാണ് റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഇതൊക്കെ 1-2 ഡേറ്റ്സ് കഴിക്കുമ്പോഴേക്കും നമുക്ക് വയറ് ഫില്ലാവും, അത്രയും വലിപ്പം ഉണ്ടാവും ഓരോന്നിനും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഡേറ്റ്സിൽ വരുന്ന ഐറ്റംസ് അല്ലേ, ഇനങ്ങൾ. അതെ. ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കാണാം അല്ലേ. അതായത് ഇത് ബ്ലൂബെറി, നമ്പർ 1 ബ്ലൂബെറി കിലോഗ്രാമിന് 1200 രൂപയാണ് വില. 1200 ടോപ്പ് ഐറ്റം ബ്ലൂബെറി ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ബ്ലൂബെറി ഇതാണ്. അതുപോലെ തന്നെ ഇത് ബ്ലൂബെറി പ്ലം എന്ന് പറയുന്ന ഐറ്റം. ഇത് കിലോഗ്രാമിന് 600 രൂപയാണ് വില. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇത് പ്ലം ആണെന്നാണ് പറയുന്നത്. ഞാൻ കഴിക്കണായിട്ടില്ല, അതുകൊണ്ട് പറയുന്നത്. ഇത് ഒറിജിനൽ ബ്ലൂബെറിനാണ്. ഇത് 1200 രൂപ, ഇത് കിലോഗ്രാമിന് 600. റേറ്റിൽ വലിയ വ്യത്യാസമുണ്ട്, ടേസ്റ്റിലും അതിന്റെ വ്യത്യാസമുണ്ട്. ഇത് സാധാരണ പീനട്ട്, HD പീനട്ട് എന്ന് പറയും. ഇത് കിലോഗ്രാമിന് 240 ആണ്. നമ്മുടെ തോട് കളഞ്ഞിട്ടുള്ളത്. ഇത് വാൾനട്ട്, നമ്മുടെ കാശ്മീർ എന്ന് പറഞ്ഞ ചെറുക്കാണത്. ഇത് പല ഗ്രേഡിലും വരുന്നുണ്ട്. 1200 വിൽക്കാവുന്നുണ്ട്, 1400, 1500, 1600 വിൽക്കാവുന്നതൊക്കെയാണ്. ഇത് 1500 വിൽക്കുന്നുണ്ട്, 1500 രൂപ. ഇതാണ് ഹെൽത്തി ഫുഡാണ്, ഏറ്റവും നല്ല ഹെൽത്തി ഫുഡാണ്. ഇതിന് അഴുക്കൊന്നും അങ്ങനെ പറ്റില്ല. ഇതൊരെണ്ണം കഴിച്ചു നോക്കാം. ഡയറ്റ് ഒക്കെ നോക്കുന്നവര് ഫുഡിൽ ഇത് ഒരുപാട് സെയിലൊന്നും ഇല്ല, എന്നാൽ ഹെൽത്തിന്റെ പർപ്പസിന് ഏറ്റവും നല്ല സാധനങ്ങൾ ഒന്നാണ് വാൾനട്ട്. കാറ്റൊരു സംശയമില്ല, കഴിച്ചു നോക്കുക. 1500 രൂപയാണ്. 1500 രൂപയാണ്. ഇത് വില കുറയും തോറും ഇത് ചിലപ്പോൾ ചെറുതായിട്ട് കയ്പുണ്ടാവും, പിന്നെ നിറം കുറയും. അങ്ങനെയൊക്കെ വരുമ്പോൾ 1200 രൂപയ്ക്കൊക്കെ മാർക്കറ്റ് അവൈലബിൾ ആണ്. ഇത് 1500, 1600 കിട്ടാറുണ്ട്, പക്ഷെ ഇപ്പൊ കിട്ടിയില്ല. ഇപ്പൊ 1500 കിട്ടിയിട്ടുള്ളൂ. അപ്പൊ വലിപ്പം മാറും, കളറ് ബ്രൈറ്റ് ആയിരിക്കും. ഇത് സാധാരണ കപ്പലിന്റെ, അതായത് HD കമ്പനിയുടെ കപ്പലിന്റെ ആണ്. തോട് കളഞ്ഞിട്ടുള്ളതാണ്. ഇത് സലാഡിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് കിലോഗ്രാമിന് 240 രൂപ. 240 1 കിലോന്റെ പാക്കാണ്. നമുക്ക് ചെറിയ പാക്കറ്റിലും കൊടുക്കാം അല്ലേ? അതെ, കൊടുക്കും. അത് ജ്യൂസ് ചെയ്ത് കൊടുക്കും. കിലോഗ്രാമിന് 240 ആണ് കിലോന് വരുന്നുള്ളൂ. നമുക്ക് 100 ഗ്രാം വേണമെങ്കിൽ 250 വേണമെങ്കിലൊക്കെ കിട്ടും. നല്ല റെഡ് കളർ സ്ട്രോബെറി. ശരിക്കും ആ ഒരു സ്ട്രോബെറി അതിന്റെ ഷേപ്പ് ഒന്നും മാറാതെ തന്നെ പ്രിസർവ് ചെയ്തിട്ടുള്ളതാണ്. ഈ സ്ട്രോബെറി കാണുമ്പോൾ തന്നെ നല്ല അതിന്റെ ഷേപ്പ് ഒന്നും മാറാതെ പ്രിസർവ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. കാണുമ്പോൾ തന്നെ നല്ല റെഡ് കളറാണ്. അതിന്റെ ആ ഒരു ഷേപ്പ് ഒക്കെ തന്നെ ഉണ്ട്. മധുരമൊക്കെ ആഡ് ചെയ്ത് കാണാം, ചെറിയ പുളിപ്പൊക്കെ ഉണ്ടാവും. നല്ല നമ്മളൊരു ജെല്ലിയൊക്കെ എടുത്ത് കഴിക്കുന്ന പോലെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ സ്ട്രോബെറി. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ്? 1200 രൂപ കിലോന്. 100 ഗ്രാം ആണെങ്കിൽ 130 രൂപ ചാർജ്. 1 കിലോനാണെങ്കിൽ അല്ലെങ്കിൽ 1/2 കിലോ ആണെങ്കിൽ കിലോ റേറ്റ് ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വലിയ ബൾക്കായിട്ട് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ 100 ഗ്രാം വാങ്ങിയാലും മതി. നല്ല ടേസ്റ്റ്. എല്ലാവരും ആവശ്യത്തിന് വാങ്ങി കഴിക്കാം. ഇതൊന്നും വീട്ടിലധികം നേരം ഇരിക്കേണ്ടി വരില്ല, കാരണം വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ തന്നെ തീരാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടികളൊക്കെയാണ് പെട്ടെന്ന് കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്തത് ചെറി. ഇത് ഏറ്റവും നല്ല ചെറിയാണ് ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും നല്ല ചെറി. ചെറിക്ക് എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് കിലോഗ്രാമിന് 250 രൂപയാണ് വില. 100 ഗ്രാമാണെങ്കിൽ 30 രൂപ വില. അപ്പൊ 100 ഗ്രാമിന്റെ ചെറിയ പാക്കറ്റ് ആയിട്ട് കിട്ടും, 30 രൂപ മാത്രമേ ഉള്ളൂ. ഇതിപ്പോ 1 kg വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഏറ്റവും നല്ല ചെറി കിട്ടാനായിട്ട് ഇവിടേക്ക് വന്നാൽ മതി. ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും നല്ല ചെറി. ഇത് നല്ല സൈസ് ഉള്ള ചെറിയാണ്. കാണുമ്പോ തന്നെ ഇതന്നെ വില കുറഞ്ഞൊക്കെ മേടിക്കാൻ കിട്ടും മാർക്കറ്റിൽ. അത് വെക്കാറില്ല. മക്കാന. ഇത് താമരമുട്ടെന്ന് പലരും പറയുന്നത്. താമരമുട്ടൊന്നല്ല, മക്കാന എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്നത്. വേറെ ഏതൊരു ഫ്ലവറിന്റെ കായാണ്. താമരമുട്ട എന്നുള്ള പൊതുവെ കേൾക്കുന്ന മക്കാന, പക്ഷെ താമരമുട്ട അല്ലാതെ വേറെ എന്തോ ഉണ്ടാവുന്ന ഒരു ഫ്ലവറിന്റെ കായാണ്. ആ സീഡിനെ താമരമുട്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സെയിലൊക്കെയുള്ള ഐറ്റം തന്നെയാണ്. ഇത് പൊതുവെ എന്തിനൊക്കെയാ യൂസ് ചെയ്യുക? ഇത് വെറുതെ കുറയ്ക്കാൻ. ഇത് നമ്മുടെ പോപ്കോൺ പോലെയൊക്കെയുള്ളൂ, അത്രേ ഉള്ളൂ. സിനിമയ്ക്കൊക്കെ പോകുന്ന സമയത്ത് പോപ്കോൺ കഴിക്കുമല്ലോ, അപ്പൊ ഹെൽത്തി ആയിട്ട് കഴിക്കണമെങ്കിൽ ഇതാ ഈ മക്കാന കഴിച്ചാൽ മതി അല്ലേ?
ഓക്കെ. ഇതിന്റെ റേറ്റ് വരുന്നത്? ഇതിന്റെ റേറ്റ് വരുന്നത് 1800 രൂപ കിലോ. കിലോന് ഇത് പക്ഷെ വളരെ വെയിറ്റ് കുറവുള്ളതായതുകൊണ്ട് 1 കിലോ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചാക്കൊക്കെ 100 ഗ്രാമൊക്കെ മാക്സിമം വാങ്ങിക്കുള്ളൂ. നല്ല ലൈറ്റ് വെയിറ്റ് ആണല്ലോ. അധികം കഴിക്കില്ല, കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ മടുക്കും. ടേസ്റ്റ് അത്ര. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ല, അതായത് ന്യൂട്രൽ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ഇത് നെല്ലിക്ക. അവിടെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക ഡ്രൈ ആക്കിയിട്ടുള്ളതാണ്. ഇതിനെങ്ങനെ റേറ്റ് വരാം? നെല്ലിക്ക കിലോഗ്രാമിന് 300 രൂപ. നമുക്കറിയാം നെല്ലിക്ക കഴിക്കുന്നതിന്റെ ഒരുപാട് ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഡ്രൈ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും, ഹെൽത്തി ആയിട്ടിരിക്കും. ഏറ്റവും നല്ല നെല്ലിക്ക ഇത് യംസ്റ്റാർ ബ്രാൻഡിലാണ്, ടോപ്പ് സാധനമാണ്, ഏറ്റവും ബെസ്റ്റ് നെല്ലിക്ക. റേറ്റ് നമ്മളിപ്പോ 100 ഗ്രാമിനൊക്കെ ആണെങ്കിൽ എങ്ങനെ കൊടുക്കാം? 30 രൂപയ്ക്കായിട്ട് ഇട്ട് കൊടുക്കും. അത്രേ വരുള്ളൂ, ഒരു 30 രൂപയ്ക്കൊക്കെ 100 ഗ്രാം കിട്ടും. നമുക്ക് അങ്ങനെ നല്ല ഡ്രൈഡ് നെല്ലിക്ക കഴിക്കാനായിട്ട്. ഇത് വന്നാൽ മിക്സ്ഡ് ആയിരിക്കും, മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്. അതായത് ഇതിൽ കിവി, മാംഗോ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഡ്രൈ ചെയ്തിട്ടുള്ളത്, സ്ലൈസ് ചെയ്തിട്ടുള്ളത്. കിലോഗ്രാമിന് 750 രൂപ വില. കിലോഗ്രാമിന് 750 രൂപ വില. 100 ഗ്രാമാണെങ്കിൽ 80 രൂപയ്ക്ക് വരും. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിൽ വരികയാണെങ്കിൽ നമുക്ക് സ്ട്രോബെറി വേണം. ഇപ്പൊ നമ്മൾ കണ്ട എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിൽ വരുന്നുണ്ട്, കിവിയും എല്ലാം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് 100 ഗ്രാം ആയിട്ട് വാങ്ങുകയാണെങ്കിൽ 80 രൂപയ്ക്ക് കിട്ടും. അല്ല kg ആണെങ്കിൽ അങ്ങനെ മേടിക്കാം, വലിയ പാക്കായിട്ട്. ഇതും ടോപ്പ് ആയിട്ട് തന്നെയാണ്. ഇത് അതുപോലെ മാംഗോ. ഇപ്പോൾ മാമ്പഴമൊക്കെ കഴിക്കാനായിട്ട് കൊതിയായിരിക്കുമ്പോൾ ആ മാംഗോ സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ഡ്രൈഡ് മാംഗോ മേടിച്ച് കഴിക്കാം. മധുരം ചേർത്തിട്ടൊക്കെ ഉണ്ടാവും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. മധുരം ചേർത്ത് സെർവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മധുരമൊക്കെ ചേർത്തായിരിക്കും, പക്ഷെ ആ മാംഗോയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ കിട്ടുമല്ലോ. അപ്പൊ ഇത് നല്ല വലിയ പീസൊക്കെ ആയിട്ട് അങ്ങനെ അത് കാണുമ്പോൾ തന്നെ ആ ഒരു ബെസ്റ്റ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ആ ഒരു ലുക്ക് വൈസ് നല്ല ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിന്റെ റേറ്റ് എങ്ങനെയാ വരിക? കിലോഗ്രാമിന് 700 രൂപ. 100 ഗ്രാമൊക്കെ ആണെങ്കിൽ 75 രൂപ. അപ്പോൾ ഒരു 100 ഗ്രാം മേടിക്കുകയാണെങ്കിൽ 75 രൂപയെ വരുന്നുള്ളൂ. ഒരു കിലോ ആയിട്ട് ഇത്രയും പോകുന്ന പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ 700 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ നല്ല മാംഗോ കഴിക്കണമെങ്കിൽ, ഡ്രൈഡ് മാംഗോ കഴിക്കണമെങ്കിൽ വന്ന് ഇത് വാങ്ങുക. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു ക്വാളിറ്റി, നല്ല ഒരു ഷേപ്പും പിന്നെ ആ കളറും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അടുത്തത് കിവിയാണ് അല്ലേ? ഏറ്റവും നല്ല കിവി. ഇത് പറഞ്ഞതുപോലെ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, ബെസ്റ്റ് ക്വാളിറ്റി ആണ്. ഡ്രൈ ചെയ്ത കിവി കിലോഗ്രാമിന് 600 രൂപ. 100 ഗ്രാം ആണെങ്കിൽ 65 രൂപ. 1 കിലോ ആണെങ്കിൽ 600 രൂപ. 100 ഗ്രാം ആണെങ്കിൽ വെറും 65 രൂപയുള്ളൂ. നല്ല കിവി കഴിക്കാനായിട്ട് പറ്റും. ഡ്രൈഡ് കിവിയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിന്റെ ക്വാളിറ്റി. അതാണ് ആ ഒരു നല്ല ഗ്രീനാണ്, നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഓഫ് കോഴ്സ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഐറ്റത്തിൽ പോവുകയാണെങ്കിൽ ഇത് ജിഞ്ചർ. നല്ല ജിഞ്ചർ ഇഞ്ചി മിഠായി ഒക്കെ കഴിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ കുടലൊക്കെ ഒന്ന് ഫ്രഷ് ആവും. നമുക്ക് തൊണ്ടയ്ക്കൊക്കെ ചെറിയ കിച്ച് കിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു പീസ് എടുത്ത് കഴിച്ചാൽ 800 രൂപ. 800. അപ്പൊ നമ്മൾ 100 ഗ്രാമിന് കൊടുക്കും 85 രൂപ റേഞ്ചിൽ കിട്ടും. ഇതിങ്ങനെ ചെറിയ പീസാ. അപ്പൊ നമുക്ക് കഴിക്കാനാണെങ്കിലും കുറച്ച് ഈസി. ഒരുപാട് കഴിക്കും കുട്ടികളൊക്കെ. ഇതിൽ നല്ല പിന്നെ ഇതിൽ മധുരവും കൂടെ ഉള്ളതുകൊണ്ട് അപ്പൊ അത് തന്നെ കഴിക്കാനാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കഴിക്കാമല്ലോ. ഇഞ്ചിയൊക്കെ കഴിക്കുന്നത് നമ്മുടെ വയറിനും ദഹനത്തിനും ഒക്കെ നല്ലതല്ലേ. അപ്പൊ അങ്ങനെ ഇഞ്ചി കഴിക്കണമെങ്കിൽ, നല്ല ടേസ്റ്റോട് കൂടി കഴിക്കണമെങ്കിൽ ഡ്രൈഡ് ഇഞ്ചി ജിഞ്ചർ ഇവിടെ നിന്ന് കിട്ടും. നല്ല റേറ്റ് കുറവാണ്, അതുകൊണ്ട് നമുക്ക് 100 ഗ്രാമോ 250 ഒക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ടുപോകാൻ കുഴപ്പമില്ല. ആപ്രിക്കോട്ട് 200 ഗ്രാമിന്റെ പാഡ്. 200 ഗ്രാമിന്റെ ആണ് ഈ പാഡ്. ഇതിന് വരുന്നത് 200 ഗ്രാമിന്റെ പാഡിന് 220 രൂപീസ്. ഓക്കെ. ഏറ്റവും നല്ല ആപ്രിക്കോട്ടും അതിന്റെ ആ ക്വാളിറ്റി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഇതാണെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഈ റൈസിൻസ്, അതായത് ചൂരില്ലാത്ത കറുത്ത മുന്തിരി, ടോപ്പ് ഐറ്റം. ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും നമ്പർ ബ്രാൻഡാണ് നമ്മുടെ ബദാമിന്റെ സെയിം ബ്രാൻഡ് പ്രോവി. ഇത് കിലോഗ്രാമിന് 560. വില ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 250 ഗ്രാമിന്റെ പാക്കാണ് ഇത്. ഇതിന് 140 ആണ്. 140. ഇപ്പൊ ഇതാ ഈ പാക്ക് എടുക്കുകയാണെങ്കിൽ 250 ഗ്രാം ആണ്, 140 റുപ്പീസ് നമുക്ക് കിട്ടും. 100 ഗ്രാം ആണെങ്കിലും കൊടുക്കാം അല്ലേ? നമുക്ക് 100 ഗ്രാം കൊടുക്കാം, പക്ഷെ ഇത് മുറിക്കാൻ തോന്നില്ലേ പാക്കിന്റെ ഭംഗിയാണ്. പെർഫെക്റ്റ് പാക്കിംഗ് ആയതുകൊണ്ടല്ലേ ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്യും. അതെ, നമ്മുടെ ആവശ്യം എന്താണോ അത് ഒന്ന് പറഞ്ഞാൽ മതി, ചേട്ടൻ ആ അളവില് തരുന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ഉണ്ടാവണില്ല, എന്റെ സപ്പോർട്ടർ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ എന്റെ മകൻ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾക്ക് വേറൊരു കടയും കൊണ്ടില്ല, അപ്പൊ 2 സ്ഥലത്തും കൂടി കാര്യങ്ങൾ നോക്കേണ്ടത് കൊണ്ട് എപ്പോഴും അവിടെ ഉണ്ടാവണം. പല ക്വാളിറ്റിയുടെയും ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. പല ക്വാണ്ടിറ്റിയിലും നിങ്ങൾക്ക് വേണ്ട അത്രയും ക്വാണ്ടിറ്റിയിൽ തരാനായിട്ടും റെഡിയാണ്. ഫ്രൂട്ട്സ് ഇതൊക്കെ ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സിൽ പെട്ടിട്ടുള്ള ഫ്രൂട്ട്സ്. ഇത് ഒരുപാട് എണ്ണ സെയിലൊന്നും കിട്ടുന്നില്ല. നമ്മള് മലയാളികൾക്ക് പലപ്പോഴും അറിയില്ലല്ലോ, അതിന്റെ പ്രശ്നമായിരിക്കും. അതുകൊണ്ടല്ല, ഇതിപ്പോ പൊതുവെ കുറച്ച് പേരെ വാങ്ങിക്കണം വിഭാഗമുള്ളൂ. ഒരുപാട് വിറ്റ് പോകണമായിട്ട് ഞാൻ പറയില്ല, അല്ലാത്ത കാര്യം നമ്മൾ പറയേണ്ട കാര്യം. എന്നാലും ഇത് ചോദിച്ചു വാങ്ങിക്കാൻ വരുന്നവരുണ്ട്. ഡ്രൈഡ് പ്ലംസ് ആണ് ആക്ച്വലി ഇത്. പ്ലമ്മിന്റെ ഇത് അറിയപ്പെടുന്നത്.
ജനറൽ ആയിട്ടുള്ള ടേസ്റ്റ്, ചെറിയൊരു പുളിപ്പൊക്കെ ഉള്ള തരം ടേസ്റ്റ് ആണ്. അപ്പൊ ഇതിന് 250 പാക്ക് ആയിരിക്കും അല്ലേ? ഇതിന് 250 പാക്കാണ്. ഇതിന് 180 രൂപയാണ്. 200 ഗ്രാമിന്റെ പാക്കാണ്. 200 ഗ്രാമിന്റെ ഈ പാക്കിന് 180 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ക്രാൻബെറി, ഇതും ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട് ആണ്. 200 ഗ്രാമിന്റെ പാക്കാണ്. ഏറ്റവും സെയിലുള്ള റേറ്റ് ആണ്. ഇതിന് 200 ഗ്രാമിന്റെ പാക്കിന് 160 രൂപ. 200 ഗ്രാമിന്റെ പാക്കിന് 160 രൂപ. ഇതും നല്ല റെഡ് ക്രാൻബെറീസ് ആണ്. ഡ്രൈഡ് ക്രാൻബെറീസിന് 160 രൂപ വരുന്നുള്ളൂ ഈ ഒരു 200 ഗ്രാം പാക്കിന്. എന്നാലും ഒരുപാട് വിറ്റ് പോണ ഐറ്റം ഒന്നല്ല. ഇതുപോലെ കുറച്ച് പേരെ ഇടയ്ക്കൊക്കെ വാങ്ങുന്ന ഒരു വിഭാഗം, ഇഷ്ടപ്പെടുന്നവര് ഇതിനോട് താല്പര്യം വാങ്ങുന്നത്. പിന്നെ കിസ്മിസ്, ഇത് വലിപ്പം കൂടി കിസ്മിസ് ആണ്, വെള്ളയിൽ. ഇത് കിലോഗ്രാമിന് 250 രൂപ വരുന്നത്. ഒരു കിലോന് 250 രൂപ വരുന്നത്. ഇതിൽ കുറഞ്ഞ ഗ്രേഡ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. നല്ല സൈസ് ഉണ്ട്. ഈ ഒരു മുന്തിരികൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല, നല്ല സൈസ് കൂടുതലാണ്. 250 രൂപയെ വരുന്നുള്ളൂ ഒരു കിലോന്. അതെ അതെ. അടുത്തത് ഏറ്റവും ടോപ്പ് ഐറ്റം കിസ്മിസ്, അതിനേക്കാൾ മുന്തിയ ഐറ്റം. ഇത് ക്രിസ്മസ് ഗ്രീൻ എന്ന് പറയുന്നതാ. എനിക്ക് തോന്നുന്നു പിടിക്കുന്ന സമയത്ത് അതിനേക്കാൾ വെയിറ്റ് വരുന്നുണ്ടാവും അല്ലേ, ഇതിന് ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച്. 250 ഗ്രാമിന്റെ പാക്കറ്റുകളാണ്. 250 ഗ്രാമിന് 75 രൂപയെ വരുന്നുള്ളൂ. അതായത് കിലോഗ്രാം 300 രൂപ. ഒരു കിലോന് 300. നേരത്തെ കണ്ടത് നമ്മൾ ഒരു കിലോന് 250 ആണെങ്കിൽ ഇത് ഒരു കിലോന് 300 ആണ് റേറ്റ് വരുന്നത്. ക്വാളിറ്റി കുറച്ച് കൂടി, സൈസ് കുറച്ച് കൂടുതലാണ്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു അത് അതിനേക്കാൾ വെയിറ്റ് കൂടുതലാണ് ഇതിനെന്ന് തോന്നുന്നുണ്ട്. തൊടുമ്പോൾ ആ ഒരു ഇത് നമുക്ക് തോന്നുന്നുണ്ട്. ഇത് കുരുള്ള മുന്തിരിയാണ്. ഇത് കുട്ടികൾക്ക് രക്തം വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചു കൊണ്ടുവന്നാണ്. ഇത് 250 ഗ്രാമിന്റെ പാക്കാണ്. ഇതിന് ഒരു പാക്കിന് 85 റുപ്പീസ് ആണ്. ഇത് കുരുള്ള കറുത്ത ചെറിയ മുന്തിരി കുട്ടികൾക്കൊക്കെ വയറിനൊക്കെ ദഹനക്കേടൊക്കെ വരുന്ന സമയത്ത് ഇതിന്റെ നീരൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ മുന്തിരിയാണ്. ഇതിന്റെ 250 ഗ്രാമിന്റെ ഈ ഒരു പാക്കിന് വെറും 85 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. അപ്പൊ നമ്മള് ഡ്രൈ ഫ്രൂട്ട്സ് ഒരുപാടെണ്ണം കണ്ടു. ഇനി സ്പൈസസും കുറെ ഇരിക്കുന്നുണ്ടല്ലേ? സ്പൈസസ് ഒരു ആവറേജ് ഒരു ഫാമിലിക്ക് വേണ്ട ആവശ്യത്തിനുള്ള സ്പൈസസ്, കറിയാമ്പൂ, തക്കോലം, പട്ട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ചിയ സീഡ്, സൺഫ്ലവർ സീഡ്, പിന്നെ മത്തക്കുരു, പിന്നെ ഫ്ലാക്സ് സീഡ്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അതുപോലെ ഒലിവ് ഓയിലിൻ്റെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലിന് ഞങ്ങളുടെ റേറ്റ് 600 രൂപയുള്ളൂ. ഇത് ഈ 600 രൂപയ്ക്ക് വിൽക്കാൻ 1200 റുപ്യക്ക് പ്രിന്റ് ഉണ്ട്. പ്രിന്റ് അവർ എത്ര വേണേ എഴുതി കോട്ടെ. ഞങ്ങൾ ഇമ്പോർട്ടറിൽ നിന്ന് നേരിട്ട് ബൾക്ക് എടുക്കണതാണ്, അല്ലാണ്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് വാങ്ങണതല്ല. അതുകൊണ്ടാണ് ഈ വിലക്ക് വിൽക്കാൻ പറ്റുന്നത്. ഈ ഓർഗാനിക് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലാണ് വെറും 600 രൂപ മാത്രമേ ഉള്ളൂ ഇവിടെ. MRP നോക്കിക്കഴിഞ്ഞാൽ വലിയ റേറ്റ് ഒക്കെയാണ്, പക്ഷെ ഇവിടെ നമുക്ക് വെറും 600 രൂപയ്ക്ക് കിട്ടും. നമ്മൾ ടേസ്റ്റ് ഓഫ് ഇന്ത്യ ഷോപ്പിലേക്ക് വരുമ്പോൾ തന്നെ ആ ഫസ്റ്റ് നമ്മൾ കാണുന്നത്, നമ്മുടെ കണ്ണുടക്കുന്നത് ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഈ ഒരു ഏരിയയിലാണ്. ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മൾ ഷോപ്പിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഇതാണ്. ഇതിന് ശേഷമാണ് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ നടന്നു പോകും. അപ്പം നമ്മൾ എന്തായാലും ഇവിടേക്ക് നോക്കും. കണ്ടോ, പല പല വെറൈറ്റി, പല കളേഴ്സിലുള്ള ചോക്ലേറ്റ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫോറിൻ ചോക്ലേറ്റിന് ഇമ്പോർട്ടൻസ് മൊത്തത്തിൽ കുറവാണ്. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഇഷ്ടം പോലെ നല്ല ക്വാളിറ്റി ചോക്ലേറ്റുകൾ വരുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടുള്ള മുഴുവൻ ഇന്ത്യൻ ചോക്ലേറ്റുകളാണ്. ഇത് നമ്മുടെ കേരളത്തിൽ കോട്ടയം ജില്ലയിലൊക്കെ ചോക്ലേറ്റ് മാനുഫാക്ചറിങ് കമ്പനികൾ ഒരുപാടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അവിടെ നിന്നാണ് ഇവിടെ അധികം വരുന്നത്. വിലയൊക്കെ റീസണബിൾ ആണ്. ഒരു 350 റുപ്യ MRP വരുന്ന ചോക്ലേറ്റ് ആണ് ഈ ഒരു ബോക്സ്. ഞങ്ങൾ വിൽക്കുന്നത് 300 രൂപയ്ക്കാണ്. MRP അവർ ഇട്ടിട്ടുള്ളത് 350 ആണ്. ഞങ്ങൾ വിൽക്കുന്നത് 300 രൂപയ്ക്കാണ് ഈ ഒരു പെട്ടി. ചോക്ലേറ്റിന് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചോക്ലേറ്റ് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചോക്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, 1 kgയുടെ ഈ ഒരു പാക്കിന് വെറും 350 രൂപയാണ് MRP എങ്കിൽ കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 300 രൂപയ്ക്ക് ഇത് മേടിക്കാനായിട്ട് പറ്റും. ഇതിൽ തന്നെ പല ഫ്ലേവേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ് എങ്കിൽ ഇവിടെ കോഫി ചോക്ലേറ്റ് ഉണ്ട്, കാരമൽ ആണ്, അങ്ങനെ അങ്ങനെ പല പല റോസ് ആണ് കേട്ടോ ഇത്. അങ്ങനെ പല ഫ്ലേവേഴ്സ് ഇനിയും ഉണ്ട് അകത്ത് വേറെ കുറേ. അപ്പോൾ നമുക്ക് പല വെറൈറ്റി പല ടേസ്റ്റിലുള്ള നല്ല ക്വാളിറ്റി ചോക്ലേറ്റ്സ് ഒക്കെ നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇവിടെ നിന്ന് കിട്ടും. ഇനി ഇങ്ങനെ വലിയൊരു ബോക്സ് ആയിട്ട് വേണ്ട, നമുക്ക് കുറച്ച് മാത്രമേ വേണ്ടെങ്കിൽ ലൂസ് ആയിട്ട് കൊടുക്കാം. അതും ഓരോ ഫ്ലേവേഴ്സ് ഏതാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി, ഓറഞ്ച്, കാരമൽ, അങ്ങനെ പല ഫ്ലേവേഴ്സിലുള്ള ചോക്ലേറ്റ്സ് നമുക്ക് ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ വാങ്ങാനായിട്ട് പറ്റും. ഈ ചോക്ലേറ്റ്സ് കൂടാതെ ഇങ്ങനത്തെ കാൻഡീസും ഒക്കെ ഉണ്ട് അല്ലേ? ഇതും നമുക്ക് പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഒരു മിഠായി അല്ലേ ഇത്. അപ്പോൾ ഇതും ഇങ്ങനെ പല പല ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റിലുള്ള ഇത്തരം മിഠായികളൊക്കെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുട്ടികളായിട്ടാണ് വരുന്നതെങ്കിൽ കുട്ടികൾ ഇവിടെ സ്റ്റക്ക് ആവുന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല.
അപ്പോൾ എന്തായാലും അങ്ങനെ നമുക്ക് ചോക്ലേറ്റ്സ് വേണമെങ്കിൽ അതുമുണ്ട് നമ്മുടെ ഈ ഒരു ഷോപ്പിൽ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ഇനി ഞാൻ തേനും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇല്ലാത്തതൊന്നും ഇല്ല എന്ന് പറയാം. ഒരു വീട്ടിലേക്ക് വേണ്ട, നേരത്തെ ചേട്ടൻ പറഞ്ഞിരുന്നു ഒരു വീട്ടിലേക്ക് വേണ്ടത് എന്തോ അതെല്ലാം ഇവിടെ ഉണ്ടെന്ന്. അതായത് ഇത് നാടൻ തേനാണ്, അത് പ്രോസസ്സ് ചെയ്തിട്ടുള്ളതാണ്, പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നതാണ്. അതായത് ഇതില് വെള്ളത്തിന്റെ അംശം വളരെ ലഘുവാണ്. ഹാർഡ്നെസ് നോക്കി അറിയാം, ഹാർഡ്നെസ് നോക്കി അറിയാൻ പറ്റും. ഇത് ഹാർഡ്നെസ് കൂടിയ തേനാണ്, അതായത് വെള്ളം കുറെ വറ്റിച്ചിട്ടുള്ളതാണ്. ഇത് കിലോഗ്രാമിന് 360 രൂപയാണ് വില. ഇതാണ് ആ ഒരു കിലോന്റെ പാക്ക് 360 രൂപ. ഇതാണെങ്കിൽ 1/2 കിലോന്റെ പാക്ക്. ഇത് 1/2 കിലോ ആകുമ്പോൾ 185 വരും. ഇത് 250 ഗ്രാമിന്റെയാണ്, 100 രൂപ വരും. 250-ന് വെറും 100 രൂപയുള്ളൂ. നല്ല തേനൊക്കെ, നാടൻ തേനാണ്, ഹാർഡാണ്. ക്വാളിറ്റി അത്രയും ക്വാളിറ്റി ഉണ്ട് അല്ലേ, പാലക്കാട് നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ഐറ്റംസ് ഉണ്ടെന്ന്. അതിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഐറ്റമാണ് പെർഫ്യൂം അല്ലേ. അത്തറിന്റെ ഒരു വലിയൊരു ശേഖരം തന്നെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ ഒരു കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 40 കാണും, 40 ഫ്രാഗ്രൻസോളം, 40-45 ഫ്രാഗ്രൻസോളം കാണാം. ഇത് 6 മില്ലി ബോട്ടിലാണ്. ഇത് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഐറ്റാണ്. ഇത് മാഡത്തിന് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് തരാം. ഇത് ഒരു ബോട്ടിലിന് 90 രൂപയാണ് വില. അതായത് പെർഫ്യൂം, സ്പ്രേ, അപ്പാരൽ സ്പ്രേ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെയിൻ കണ്ടന്റ് ആണത്. ഇത്തരം പെർഫ്യൂം ഓയിൽ ഉപയോഗിച്ചിട്ടാണ് മറ്റ് ഫ്രാഗ്രൻസ് ഉള്ള ഏത് തരം പ്രൊഡക്റ്റുകളും ഉണ്ടാക്കുന്നത്. ഇത് 50 രൂപ മുതൽ 150 രൂപ വരെ ഞങ്ങളിലുണ്ട്. നല്ല സെയിലാണിത്. ഇങ്ങോട്ട് വരുമ്പോ ഈ ഷോപ്പിൽ വരുമ്പോ തന്നെ അതുകൊണ്ട് നല്ലതാണ്. ഇവിടെ കടന്നു വരുമ്പോ തന്നെ നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ഈ ഷോപ്പിന് മൊത്തം. ഇത് ഇത്രയും ഐറ്റംസ് ഇവിടെ ഇരിക്കല്ലേ, വെറുതെ ഇല്ല. ഇതിപ്പോ ഒരുപാട് സെയിലായിട്ട്, കാരണം അപ്പാരൽ സ്പ്രേ എന്നൊക്കെ പറയുന്നത് അതിലേക്ക് ഗ്യാസ് നിറച്ചിട്ടും ആൽക്കഹോൾ, സ്പിരിറ്റ് നിറച്ചിട്ടൊക്കെയാണ് അത്തരം സാധനം ഉണ്ടാക്കുന്നത്. അതുപോലെ റൂം ഫ്രഷ്നർ ഉണ്ടാക്കാനൊക്കെ ഈ എസൻസ് ഉപയോഗിക്കും, ഉറപ്പായിട്ട് ഉപയോഗിക്കും. ഇതിൽ 2 പരിപാടി നടക്കില്ല. ഏത് സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും എന്തിലേക്കും ഫ്രാഗ്രൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഓയിലുകൾ ഉപയോഗിക്കണം. ആ മെയിൻ എസൻസ് ആണ് ഇവിടെ ഞങ്ങൾ ജാറുകളിലാക്കി വിൽക്കുന്നത്. ഇതിപ്പോ 40 ടൈപ്പ് കൂടി, 40 അതിലും കൂടുതലുണ്ട്. ഞങ്ങൾ ഇവിടെ 40 വെച്ചിട്ട് അപ്പൊ നമ്മൾ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഓരോന്നിനും സ്മെല്ല് നോക്കിയിട്ട് കാണിച്ചു കൊടുക്കും ആവശ്യക്കാർക്ക്. അപ്പൊ അതിന് നമ്മള് ഇത് എത്ര, 6 മില്ലി എന്ന് പറഞ്ഞാൽ 7 മില്ലി വരെ കിട്ടും. ഈ 7 മില്ലിയുടെ പാക്കിലാക്കിയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുക അല്ലെ. ചെറിയ ഇതൊക്കെ അത് ബോട്ടിലിന് വേറെ വില കൂടുതലാണ്. അത് ഇതുപോലത്തെ അളവ് തന്നെയാണ്. അപ്പൊ അത് ഞങ്ങൾ ഓൾറെഡി നിറച്ചു വെച്ചിരിക്കുകയാണ്. അത് ഫാൻസി ബോട്ടിലാണ്. ബോട്ടിൽ വേണമെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഈ ബോട്ടിൽ നിറച്ചു വാങ്ങാനായിട്ട് പറ്റും അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ സാധാരണ ഇങ്ങനെ റേറ്റ് വരാം. ഇപ്പൊ ഒരു ഗിഫ്റ്റ് ബോക്സ് 15 മില്ലിയാണ് ഇതിൽ ഒതുക്കുക. 15 മില്ലിയുടെ ഓയിലിന്റെ പൈസ പിന്നെ ഈ ബോട്ടിലിന്റെ വിലയും വേറെ വരും. അങ്ങനെ റേറ്റിന് കൊടുക്കാൻ പറ്റും അല്ലേ. ഇത് മാത്രമല്ല കേട്ടോ, അതേ നല്ല ക്യൂട്ട് ആയിട്ടുള്ള നല്ല വേറൊരു അത് കാർഡിൽ തൂക്കിയിടുന്നത്. അതായത് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ, ഇത് 10 മില്ലിയുടെ ബോട്ടിലാണ്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തെ ഇന്നർ ക്യാപ്പ് കളയും, ഒഴിവാക്കി കളഞ്ഞാൽ ഈ ഓയിൽ ഈ വുഡൻ ക്യാപ്പിലേക്ക് ആകും. അപ്പൊ മുറിക്കകത്തോ അല്ലെങ്കിൽ കാറിനകത്തോ നല്ല സ്മെല്ല് സ്പ്രെഡ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റാണ്. ഇതിന് ഓയിലിന്റെ വിലയും പിന്നെ കുപ്പിയുടെ വില കൂടി ആഡ് ചെയ്യും. അങ്ങനെയാണ്. ഇപ്പൊ അത്യാവശ്യം നല്ല സെയിലുള്ള ഐറ്റാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് ഈ ഇത്രയും ഇതില് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു സ്മെല്ല് ഏതാണെന്ന് ചോദിച്ചാൽ മാഡത്തിന് തന്നത് ഫസ്റ്റ് സിഗ്നേച്ചർ. ഇനി മറ്റൊന്ന് ഞാൻ ഇഷ്ടപ്പെട്ട് പറയണതാണെങ്കിൽ ഈ ബ്രൂട്ടൊക്കെ എപ്പോഴും സെയിലായിട്ടാ. ഇത് 60 രൂപയുള്ള ഒരു ബോട്ടിൽ ഇങ്ങനെ പകർത്തി കൊടുക്കുമ്പോൾ 60 രൂപ. വെറും 60 രൂപയ്ക്കാണ് വലിയൊരു പീരീഡിലേക്ക് ഉണ്ടാവും. ഇത് വെറുതെ ജസ്റ്റ് തൊട വേണ്ടു, അധികം വാരി തേക്കരുത്, വെറുതെ ജസ്റ്റ് തൊട വേണ്ടു. ഇത് ഇദ്ദേഹത്തിന് ക്യാമറമാന്റെ കയ്യിലേക്ക് കൊടുക്കാനുള്ളത്. ക്യാമറമാൻ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ സ്മെല്ല് ഒന്ന് നോക്കട്ടെ. ഇത് വേറൊരു നല്ലൊരു സ്മെല്ല്. ഇതപ്പോ ഇങ്ങനെ നമ്മള് ഇഷ്ടപ്പെട്ട സ്മെല്ല് ആവുമ്പോ പിന്നെ ആളുകള് അത് അന്വേഷിച്ച് ഇങ്ങനെ ആൾക്കാർക്ക് ബഡ്ജറ്റിൽ ചെയ്യാവുന്ന കാര്യം. അതെ, വെറും 60 രൂപയ്ക്കൊക്കെയാണ് ഈ ഒരു ബോട്ടിൽ കിട്ടുന്നത്. സ്പ്രേ എന്ന് പറഞ്ഞാൽ മറ്റേ അപ്പാരൽ സ്പ്രേ എന്ന് പറഞ്ഞാൽ ഈ വിലയ്ക്കൊന്നും മാർക്കറ്റിൽ നല്ല ഐറ്റം അവൈലബിൾ ആയിരുന്നു. പിന്നെ ഒരു പ്രശ്നം ഞാൻ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വെറൈറ്റി ഇങ്ങനെ ഇരിക്കുമ്പോഴേ അതൊന്ന് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാൻ കുറച്ചൊരു കഷ്ടപ്പാടാണ്. കാരണം കണ്ടോ നിറയെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ടുപിടിക്കൽ ഒരു ടാസ്ക് തന്നെയാണ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഇത് തന്നതിന്. മാത്രമല്ല ഈ കടയിൽ ഒരുപാട് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്കും കാണാനായിട്ട് പറ്റി. അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നല്ല റേറ്റ് കുറവിന് നമുക്കറിയാം പല കടകളിലും, അതെ പല ഷോപ്പുകളിലും ഇതൊക്കെ കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ കൂടെ ഒരുമിച്ച് കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാണ്. കാരണം ഇതൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത് വളരെ വിരളമായിരിക്കും അല്ലേ. വേറെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ എല്ലാം ഉള്ളത്? നമ്മൾ വ്യാപാരം ചെയ്യുമ്പോൾ ഒരു റീസണബിൾ പ്രോഫിറ്റ് എടുത്ത് വിൽക്കുക എന്നാണ്. അല്ലാതെ
ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മളിപ്പോൾ 1 കിലോ ബദാം ഇവിടെ 900 രൂപയാണ്. ഈ 900 രൂപ പറയുന്നത് തന്നെ 1000 രൂപ പറഞ്ഞാൽ വിൽക്കാൻ പറ്റും. പക്ഷേ 10 കിലോ വിൽക്കുന്നിടത്ത് 2 കിലോ വിൽക്കാൻ പറ്റുള്ളൂ. അതിനേക്കാൾ നല്ലത് 10 കിലോ വിറ്റിട്ട് 10 പേരെ അല്ലെങ്കിൽ 20 പേരെ നമ്മുടെ സ്ഥാപനമായിട്ട് അടുപ്പിക്കില്ല നല്ലത്. അതാണ് എൻ്റെ മെത്തേഡ്. തോന്നിയ വിലയ്ക്ക് വിൽക്കാം. 1200 രൂപയ്ക്ക് ബദാം വിൽക്കുന്ന ആൾക്കാർ നാട്ടിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ ചെയ്താൽ നമ്മൾ വിഡ്ഢികളാവുള്ളൂ. കാരണം വിൽപ്പന വിൽക്കാവും. നമ്മൾ കച്ചവടം നന്നാക്കാനാണ് അവിടെ ഇരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ കസ്റ്റമേഴ്സിന് എത്തിക്കുക എന്നുള്ളതാണ് ചേട്ടന്റെ ഒരു മൈൻഡിലുള്ള ഒരു ആഗ്രഹം. അത് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞിരുന്നില്ല, ഫിൽറ്റർ ചെയ്തിട്ട് പാക്ക് ചെയ്യണം. ഗ്ലാസ്സിൽ വെയിറ്റ് നോക്കുമ്പോൾ പൗച്ചിന്റെ വെയിറ്റ് അഡീഷണൽ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധം. പൊട്ടും പൊടിയായിട്ടുള്ള പീസസ് വാരിയിടില്ല ഫാക്ടറികളിൽ. അങ്ങനെയാണ് ഇവിടുത്തെ കച്ചവടത്തിൻ്റെ രീതി. തൂക്കം നോക്കുമ്പോൾ ഫാൻ ഓഫ് ചെയ്യണം, അങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ ജോലിക്ക് സഹായികൾക്ക് കൊടുക്കാറുണ്ട്. അതെ, അത് നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകത തോന്നുന്നുണ്ട് ഈ ഒരു ഷോപ്പിന്. അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ടാൽ മാത്രമേ അത് തൊടാനായിട്ട് പാടുള്ളൂ. അത്രയും ഹൈജീനിക് ആണ്. അതുപോലെ ഓരോ പാക്കറ്റും, അതിപ്പോൾ വലിയ പാക്കറ്റിൽ മാത്രമല്ല, ചെറിയ പാക്കറ്റ്സ് നോക്കിയാലും അതിൽ പൊട്ടും പൊടിയൊന്നും ഇല്ല. നല്ല ഫിനിഷിംഗ് ഉള്ള ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അതിൽ അവർ നിറയ്ക്കുന്നത്. അപ്പോൾ വെയിറ്റ് നോക്കുന്ന കാര്യം നമ്മൾ ഡയറക്റ്റ് കണ്ടതാണല്ലോ. ഇവിടെ ഓരോ കസ്റ്റമേഴ്സ് വരുന്ന സമയത്തും ആ പാക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഫാൻ ഓഫ് ചെയ്തിട്ടേ അത് പാക്ക് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും മാത്രം ആ ഒരു കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിന് അത്രയും കൃത്യത ഉണ്ടായിരിക്കണം, അത്രയും ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നൊക്കെ നിർബന്ധമുള്ള ഒരു കടയുടമയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ. ഇവിടെ 1500 രൂപയുടെ ബില്ലിങ്ങിന് ഈ വരുന്ന വിഷു ഈസ്റ്റർ വരയ്ക്ക് 200 ഗ്രാം ഡേറ്റ്സ് തികച്ചും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് കിലോഗ്രാമിന് 270 രൂപ വില വരുന്ന ഡേറ്റ്സ് 1500 രൂപയുടെ ബില്ലിങ്ങിന്. അപ്പൊ എന്താ ഞാൻ ചോദിച്ചു കഴിഞ്ഞ ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ടാർഗറ്റാണ്. മാക്സിമം വിൽപ്പന നടത്തിയാലാണ് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഉടമസ്ഥന്മാർക്കും ടാർഗറ്റാണ്, ജോലി ചെയ്യുന്നവർക്കും ടാർഗറ്റാണ്. അപ്പോൾ 1500 രൂപയുടെ ബില്ലിങ്ങിന് 200 ഗ്രാം ഡേറ്റ്സ് ഫ്രീ ഉണ്ട്. ഈസ്റ്റർ വിഷു വരയ്ക്ക് മാത്രം. ഈസ്റ്റർ വിഷു എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് സമയമുണ്ട്. വേഗം വന്നു കഴിഞ്ഞാൽ ഈ ഓഫറും കൂടെ നമുക്ക് വാങ്ങി കൊണ്ടുപോകാനായിട്ട് പറ്റും. ഡേറ്റ്സ് 250 രൂപ, 270 കിലോഗ്രാമിന് 270 രൂപ. അതിനും വില കുറഞ്ഞ ഡേറ്റ്സ് ഇവിടെ ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ കൊടുക്കുമ്പോൾ അതും നല്ലത് കൊടുക്കണം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ്. അത്രയും റേറ്റിന്റെ ഡേറ്റ്സ് ആണ്. 1500 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. വരുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇവിടെ വാങ്ങാനായിട്ട് നമ്മൾ കണ്ടു അല്ലേ. എത്ര വേണം, എന്തൊക്കെ വേണോ അതൊക്കെ വാങ്ങി പോകാനായിട്ട് പറ്റും. എല്ലാവർക്കും വിഷു, ഈസ്റ്റർ, പെരുന്നാൾ ആശംസകൾ. അപ്പോൾ നല്ല ഇതുപോലുള്ള ഇപ്പം നമ്മൾ കണ്ട കുറേ ഐറ്റംസ് നിങ്ങൾക്ക് ഇനി വാങ്ങേണ്ട സമയത്ത് ഇനി മറ്റൊന്നും ചിന്തിക്കേണ്ട, ഡയറക്റ്റ് ഇങ്ങോട്ട് പോകുന്നുള്ളൂ. നമ്മുടെ ലൊക്കേഷൻ ഒന്നും കൂടെ പറഞ്ഞു കൊടുത്താലോ? അതായത് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ പ്രൈം ടൗണിൽ ഈസ്റ്റ് ഫോർട്ട് എന്ന കവലയുണ്ട്. ഈസ്റ്റ് ഫോർട്ട് അവിടെ അഞ്ചങ്ങാടി എന്ന് പറയുന്ന റോഡുണ്ട്. അവിടെ ഒരു സൺ ടവർ എന്ന ബിൽഡിംഗ് ഉണ്ട്. 7 നില ബിൽഡിംഗാണ് സൺ ടവർ. ആ സൺ ടവറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ മാർജി ഫ്രീയുടെ തൊട്ടപ്പുറത്തുള്ള ടേസ്റ്റ് ഓഫ് ഇന്ത്യ ലൊക്കേഷൻ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസ് ഫ്രണ്ടിൽ ഇരിക്കുന്നത് കാണാം. അതാണ് നമ്മുടെ ലാൻഡ്മാർക്ക്. അത് കണ്ടു കഴിഞ്ഞാൽ നേരെ അകത്തേക്ക് കയറി പോകുന്നുള്ളൂ. കയറി വരുമ്പോൾ നല്ല മണം ഉണ്ടായിരിക്കും. ഈ അത്ര 9 മുതലാണ് ആരംഭിക്കുക, 8 മണി വരെ. രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ. എപ്പോഴാണ് നിങ്ങൾ ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം വന്നിട്ട് ഇതൊക്കെ കണ്ട് രുചിച്ചും ഒക്കെ നിങ്ങൾക്കും ഇതിന്റെ ഭാഗമാവാം. നമുക്ക് പരിചയപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ്. കാരണം ഇത്രയും മത്സരങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് റേറ്റ് ഒക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടാണ് ഓരോ പ്രൊഡക്ട്സിനും എത്ര രൂപയാണ്, ഇത്ര കിലോഗ്രാമിന് ഇത്ര ഗ്രാം വാങ്ങുമ്പോൾ ഇത്ര രൂപയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്യാലോ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ ഉള്ള റേറ്റും ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ ഉള്ള റേറ്റും. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് എക്സ്പെൻസിന്റെ പാർട്ട് വളരെ ലഘുവാണ്. അതായത് AC ഉപയോഗിക്കൽ, ഹൈ വാടക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളുടെ സ്ഥാപനത്തിനില്ല. അപ്പോൾ ജോലിക്കാരുടെ ബഹളം ഒന്നുമില്ല. ആകെ ഓരോ ഹെൽപ്പർ മാത്രമേ. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു വിലയ്ക്ക് വിറ്റിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ജനറൽ കണ്ടീഷനിൽ ഒരു തോതായിട്ട് ഉള്ള വിലയ്ക്ക് വിറ്റ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. ഇതിപ്പോൾ മാർച്ച് മാസമാണ്. ഇപ്പോൾ ഈ മാർച്ച് മാസം 13-ാം തീയതിയാണ്. ഇതിപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിലകളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ വിലയിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിൽ വരാം എന്നാൽ ഞാൻ പറയുന്നുള്ളൂ. കുറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുറയ്ക്കും. എന്നാൽ കൂടാൻ നിർഭാഗ്യ സാധ്യത വന്നാൽ കൂട്ടിട്ട് വരാം. അതുകൊണ്ട് ആരും ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. കൂട്ടിലൊരു വ്യാപാരിയുടെ ലക്ഷ്യമായിരിക്കില്ല ഒരിക്കലും. അപ്പോൾ അതൊന്ന് മനസ്സിൽ നിന്ന് കരുതും വേണം. അതായത് ഈ വീഡിയോ നിങ്ങൾ 1 മാസമോ 2 മാസമോ 3 മാസമോ കഴിഞ്ഞ് വന്നിട്ട് ആ റേറ്റിന് വീഡിയോയിൽ കണ്ട റേറ്റിന് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലോ ചിലപ്പോൾ കുറവോ ആയിരിക്കാം. അത് ആ ഒരു സമയത്തെ അതെ മാർക്കറ്റിംഗ് റേറ്റ് അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. അപ്പൊ ഈ പറഞ്ഞ റേറ്റ് ഈ മാർച്ച് മാസത്തിൽ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ റേറ്റ് വെച്ചിട്ടാണ്. പക്ഷെ നമ്മുടെ ഓഫർ
ഈ വരുന്ന ഏപ്രിൽ ഈസ്റ്റർ വരെ അതുപോലെ വിഷു വരെ 1500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 200 രണ്ടേഴ്സ് ഫ്രീ. അത് ഏപ്രിൽ വരെ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ. അതിനുശേഷം റേറ്റിന്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വിഷു ഈസ്റ്റർ വരെ ഈ ഓഫർ എന്തായാലും ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ടേസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നമുക്ക് ഇവർ കൊറിയറായിട്ട് കേരളത്തിലുടനീളം എവിടെയും ആവശ്യമുള്ളവർക്ക് അത് എത്തിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഹായ് എന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഇവിടുത്തെ പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് ലിസ്റ്റ് അയച്ചു തരും. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് ഏത് പ്രൊഡക്ട്സ് വേണം അതെല്ലാം ഇവർ നമുക്ക് കൊറിയറായിട്ട് സേഫായിട്ട് കയ്യിലെത്തിക്കുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് ഓഫ് ഇന്ത്യയിൽ എന്തൊക്കെയാണ് ഇല്ലാത്തത്? എല്ലാ ഐറ്റംസും ഉണ്ട്. പല പല വെറൈറ്റീസ് ആണ് ഇവിടെ ഉള്ളതെല്ലാം. ഇനി ഇക്കൂട്ടത്തിൽ കോഴിക്കോടൻ ഹൽവയുണ്ട്. വെറും 140 രൂപ മുതൽ തുടങ്ങുകയാണ്. 140 രൂപയുടെയും 150 രൂപയുടെയും 160 രൂപയുടെയും അത്രയും റേറ്റിൽ വരുന്ന കോഴിക്കോടൻ നല്ല ഹൽവ ഇവിടെ കിട്ടും. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഹൽവ അടക്കം ഇവിടെ ഉണ്ട്.